ഒരു പച്ച പപ്പായ വെച്ചിട്ടുള്ള ഒരു പായസമാണ്. ഒരു വെറൈറ്റിയാണിത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ തുടങ്ങട്ടെ. ആദ്യം നമുക്ക് പപ്പായ ഒന്ന് കുറച്ച് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പപ്പായ ഒന്ന് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. നല്ലോണം ഒന്ന് വഴണ്ടി വരട്ടെ. ഇത് നല്ലവണ്ണം വഴണ്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ച ചുവ അങ്ങോട്ട് മാറും പപ്പായയുടെ. ഇനി നമ്മുടെ ഇത് പപ്പായ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഇതിൽ ചവ്വരി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ പഞ്ചസാര നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊന്ന് നല്ലപോലെ അലിഞ്ഞ് വരട്ടെ. ഏകദേശം ഒന്നും കൂടി കുറുകി വരണം. ഇനി ഞാൻ ഇതിലോട്ട് ഒരല്പം പശു നെയ്യ് ഒഴിച്ച് ഒരു സ്പൂൺ മൈദ ഒന്ന് ചൂടാക്കുന്നുണ്ട്. മൈദ ഒന്ന് ചൂടായി വരട്ടെ. മൈദ നല്ലപോലെ ചൂടായി. ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അല്പം പാല് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ചേർക്കാം. ലേശം പാല് ചേർത്തിട്ട് ഇതൊന്ന് ഞാൻ അടിച്ച് വരട്ടെ. ഇത് ഞാനിത് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം പായസത്തിന് നല്ലൊരു കട്ടിയും നല്ല ടേസ്റ്റും ആയിരിക്കും. അതുകൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരിയും കൂടി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലല്പം കുറവാണ്. ഇനി ഞാൻ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ച് വെച്ച പൊടിയാണിത്. ഏലക്കയാണ്. അത് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അണ്ടിയും മുന്തിരിയും ചേർത്ത് താളിക്കാവുന്നതാണ്. പായസം നല്ലപോലെ കുറുകി. ഇനി നമുക്കിതൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ചേർത്ത് താളിച്ചെടുക്കാം. ഇപ്പം നെയ്യ് ഒഴിക്കട്ടെ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മൂത്ത് വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിനി പായസത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ ഓഫ് ചെയ്ത് അങ്ങനെ പച്ച പപ്പായ വെച്ചിട്ടുള്ള പായസം സൂപ്പർ റെഡി ആയിട്ടുണ്ട്.